സീറോ മലബാർ സഭയിലെ തലശ്ശേരി അതിരൂപതയിലെ സാമ്പത്തിക ഇടപാടുകളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ദിശ തെറ്റിയാണോ സഞ്ചരിക്കുന്നത് എന്നത് ന്യായമായി ഉയരുന്ന ചില സംശയങ്ങളാണ്. ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ എന്നുള്ളത് ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്നത്. വൈദികനായിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇപ്പോഴത്തെ മെത്രാപൊലിത്തയായ മാർ പാമ്പ്ളാനി യാതൊരുവിധ അഫിലിയേഷനും ഇല്ലാതെ ഒരു തട്ടിപ്പ് കൂട്ടം പോലെ നടത്തിയ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ തുടർച്ച പോലെ തന്നെ ചില കാട്ടിക്കൂട്ടലിലൂടെ നടത്തുന്നത് മുഴുവൻ ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് തുടർച്ചയായി തന്നെ പറയേണ്ടി വരുന്നതിൽ ഒരു ഖേദം തന്നെയുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഖേദത്തോടെ തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത്. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആട് വിതരണം കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഏത് സമൂഹത്തോടും കിടപിടിക്കത്തക്ക രീതിയിൽ വളരുക എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിന്റെ കടമയാണ്. മറ്റുള്ളവരെ വളർത്തിയെടുക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വ നിർവഹണം അതിന്റെ പൂർണ്ണതയിൽ കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടിൽ നിർവഹിച്ചവർ തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ, ഏറെ പ്രത്യേകമായി സീറോ മലബാർ സഭ. അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടങ്ങളിൽ തന്നെ നടത്തിയിരുന്ന പ്രവർത്തനമാണ് സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളുടെ വളർച്ചയ്ക്കായി കൃഷി കന്നുകാലി വളർത്തലിലൂടെ സാമ്പത്തിക ഉന്നമനത്തിനായി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വിജയിപ്പിച്ച ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിൽ അഭിമാനിക്കാവുന്നതാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത്തരം മേഖലയിൽ നിന്നും മാറി പുതുവഴികൾ തുറന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഈ പുതിയ സാഹചര്യത്തിൽ അഥവാ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ആട് വിതരണവുമായി തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി എത്തുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രഹസന കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത്. മൊബൈൽ ഫോൺ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോയുടെ കാലഘട്ടത്തിലാണ് ആട് വിതരണത്തിന്റെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് എന്നുള്ളത് ഒരു വൈരുദ്ധ്യമാണ്. സാമൂഹ്യ സേവനത്തിന്റെ പഴഞ്ചൻ മാതൃകകൾ കാട്ടിക്കൂട്ടലുകൾ ആകുമ്പോൾ താൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വരുത്തുവാനുള്ള ശ്രമമാണ് ദോഷൈക ദൃഷ്ടികൾ കണ്ടെത്തിയാൽ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയുന്നത്. അടുത്തത് വിളക്കുഞ്ഞൂരിലെ മുഖചിത്ര കച്ചവടമാണ്. വിളക്കഞ്ഞൂരിലെ മുഖചിത്രം തലശ്ശേരി മെത്രാപൊലിത്തയുടെ കുതന്ത്രങ്ങൾ മറക്കാനുള്ള ഉപാധിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം കാര്യങ്ങൾക്ക് ക്രൈസ്തവ സഭയിലെ ചില വ്യക്തികളും സന്യാസ സമൂഹങ്ങൾ നടത്തുന്ന ചാനലുകളെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലശ്ശേരി മെത്രാപൊലിത്ത എന്നുള്ള നിലയ്ക്ക് നടത്തിയ ചില ഗവേഷണങ്ങളും അതിനെ തുടർന്നുള്ള സർട്ടിഫിക്കറ്റുകളും വെച്ചുകൊണ്ട് നടത്തുന്ന വിളക്കുഞ്ഞൂരിലെ അത്ഭുത മുഖചിത്ര നാടകം തലശ്ശേരി അതിരൂപതയുടെ സാമ്പത്തിക സമാഹരണ ഉപാധിയാക്കി മാറ്റുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. തലശ്ശേരി മെത്രാപൊലിത്ത സ്പോൺസർ ചെയ്യുന്ന ചില കേന്ദ്രങ്ങൾ അല്ലാതെ സീറോ മലബാർ സഭയോ സഭയുടെ മെത്രാൻ സിനഡോ ആഗോള കത്തോലിക്ക സഭയുടെ സംവിധാനങ്ങളോ ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത മുഖചിത്ര കച്ചവടം പൗരസ്ത്യ സുറിയാനി സഭാവിശ്വാസികളോടുള്ള വെല്ലുവിളി ശുദ്ധ തട്ടിപ്പിന്റെ കച്ചവടവുമാണ്. അടുത്തത് QR കോഡിലൂടെയുള്ള 10 രൂപ ചലഞ്ചാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള പ്രൊഫൈൽ കമ്മീഷന്റെ തീരുമാനത്തിന്റെ ഭാഗമായി വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പ്രോജക്റ്റുകൾ കേരളത്തിലെ എല്ലാ രൂപതകളും നടത്തുന്നുണ്ട്. 4ാമത്തെ കുട്ടി മുതലുള്ള കുഞ്ഞുങ്ങളുടെ സൗജന്യ വിദ്യാഭ്യാസവും അവരുടെ വളർച്ചയിൽ വലിയ കുടുംബങ്ങളോടുള്ള കരുതലായി സഭ നടത്തുന്നുണ്ട്. കൂടാതെ 4ാമത്തെ കുട്ടി മുതലുള്ള കുഞ്ഞുങ്ങളുടെ പ്രവേശക കൂദാശകൾ രൂപത മെത്രാൻ അതാത് ഇടവകളിൽ നേരിട്ടെത്തി ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ വിവിധ രൂപതകളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം പ്രചാരണത്തിന് ഏറെ പ്രത്യേകമായി മുൻതൂക്കം കൊടുക്കുന്ന ഒരു രൂപതയാണ് താമരശ്ശേരി, പാലക്കാട് രൂപതകൾ. അഭിവന്ദ്യ റിമിജിയോസ് പിതാവും അഭിവന്ദ്യ പീറ്റർ പിതാവും എന്ന് പറയുന്നതിൽ അഭിമാനം തന്നെയാണുള്ളത്. എന്നാൽ തലശ്ശേരി അതിരൂപതയിൽ ഒരു വലിയ പിരിവ് തട്ടിപ്പ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദവുമുണ്ട്. തലശ്ശേരി അതിരൂപത പ്രൊഫൈൽ ഡയറക്ടർ തലശ്ശേരി അതിരൂപതയിലെ ഏകദേശം 3.5 ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾക്ക് ഒരു QR കോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. തലശ്ശേരി അതിരൂപതയിലെ ഒരു കുടുംബത്തിലെ 4ാമതോ അതിൽ കൂടുതലോ ഒരു കുട്ടി ഉണ്ടായാൽ വിവിധ ഗ്രൂപ്പുകളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു മെസ്സേജ് പോവുകയാണ്. ആ സമയം 10 രൂപ എല്ലാവരും QR കോഡിൽ സ്കാൻ ചെയ്ത് അയക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3.5 ലക്ഷം വിശ്വാസികളിൽ പകുതി പേരെങ്കിലും 10 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ 10 രൂപയല്ല അതിൽ കൂടുതൽ ഏതാണ്ട് 1000 രൂപ വരെ ഓരോ പ്രാവശ്യവും കൊടുക്കുന്നവരെ സംബന്ധിച്ച് പോലുള്ള വിവരങ്ങളുണ്ട്. ഒരേ സമയം അക്കൗണ്ടിലേക്ക് വരുന്നത് ലക്ഷങ്ങളാണ്. എന്നാൽ ഇത്തരം വലിയ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതാവട്ടെ വളരെ നിസ്സാരമായ ഒരു തുകയും. വലിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ പ്രവേശക കൂദാശകൾ കൊടുക്കുന്നതായ തലശ്ശേരി മെത്രാപൊലിത്തയുടെ ഒരു ഫോട്ടോയും നാളിതുവരെ ആരും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ കുടുംബങ്ങളുടെ പ്രോത്സാഹനത്തിന്റെ മറവിൽ തലശ്ശേരി അതിരൂപതയിൽ നടക്കുന്നത് തരം പോലെയുള്ള തട്ടിപ്പാണ് എന്ന് പറയേണ്ടി വരുന്നതിലും ഖേദമുണ്ട്.